Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ടിപ്പാണ്. അതായത് ജസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇൻ്റർനെറ്റിൽ കാണുന്ന വീഡിയോസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതെങ്ങനെ കാശാക്കി മാറ്റാം എന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. സോ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം ഞാൻ ഇതിൻ്റെ ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ലീഗലായിട്ട് ഒന്നും ഇഷ്യൂസ് എല്ലാം വരാതെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, അതുപോലെ നിങ്ങൾക്ക് ഇത് എങ്ങനെ കാശാക്കി മാറ്റാം, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതേപോലെ നമ്മുടെ മണി മേക്കിംഗ് ടിപ്പിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാനിതിവിടെ ഒരു കാർഡായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോ നിയർലി ഞാനൊരു 27-28 വീഡിയോസ് ഓൺലൈൻ മണി മേക്കിങ്ങിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് നല്ല റെസ്പോൺസും കിട്ടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. സോ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മേലെ കാർഡിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. സോ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ വീഡിയോസ് കളക്ട് ചെയ്തിട്ട് നമുക്കൊരു കാശുണ്ടാക്കുന്ന ഒരു വരുമാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് വേണ്ട ലൈസൻസ് സാധാരണ നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണ നമ്മുടെ വീഡിയോസും ഓഡിയോസും എല്ലാം, അതായത് ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ പടത്തിൻ്റെ സോങ്സ് അതിൻ്റെ ഇതെല്ലാം ഒരു കോപ്പിറൈറ്റ് ഒരാൾക്ക് കോപ്പിറൈറ്റ്സ് വാങ്ങും. അവർക്ക് മാത്രമേ അത് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യൂട്യൂബിൽ ഒരാൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ, ഒരു സിനിമേൻ്റെ വീഡിയോ, ആ മൂവി നമ്മളിപ്പോൾ ആ പാട്ടോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ടാമത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനത് മനസ്സിലാക്കാൻ പറ്റും, കാരണം ഈ വീഡിയോ കോപ്പീഡ് ആണെന്ന്. സോ അതേപോലെ അങ്ങനെയുള്ള എന്ത് സാധനങ്ങളായാലും കോപ്പിറൈറ്റ്സ് ഉള്ള ആൾ അവരുടെ കറക്റ്റായിട്ട് ഇപ്പോൾ ഗൂഗിളിൽ തന്നെ ചിലപ്പോൾ ചില സിനിമകളൊക്കെ ഇൻ്റർനെറ്റിൽ ലീക്കായിട്ട് ഗൂഗിളിൽ വരും. അത് നമ്മൾ ആ പടത്തിൻ്റെ ഓണേഴ്സ് വന്ന് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്തു. സോ അങ്ങനെയുള്ളത് അത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത റൈറ്റ്സ് ആണ് ആ വീഡിയോസിനൊക്കെ ഉള്ളത്. പിന്നെ ക്രിയേറ്റീവ് കോമൺ ഒരു എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വിക്കിപീഡിയയാണ്. സോ വിക്കിപീഡിയയിലുള്ള എല്ലാ കണ്ടൻസും ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലാണ്. അതായത് ആർക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആ കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇപ്പോൾ ഒരാൾ എഴുതിയ ഒരു പുസ്തകം നമുക്ക് അതേപോലെ നമുക്ക് നമ്മുടെ പേരിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ ഇറങ്ങുന്ന വീഡിയോസും ഫോട്ടോസും ഓഡിയോസും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ക്രിയേറ്റീവ് കോമൺ ആയിട്ടുള്ള ലൈസൻസ് ആയിട്ടുള്ള വീഡിയോസും ഉപയോഗിച്ചിട്ട് ഒരു തരത്തിൽ നമുക്കത് കാശായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. സോ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പല വീഡിയോസും നമുക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പോൾ വേൾഡിൽ അധികം ആൾക്കാർ കാണുന്നത് പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫണ്ണി പെറ്റ്സ് എന്ന് വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ എന്താ പറയുക നിയർലി 4.1 മില്യൺ വ്യൂവേഴ്സാണ് ഈ വീഡിയോയിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ പ്ലേ ആവുന്നുണ്ട്. ഈ വീഡിയോൻ്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോ ഇതിൻ്റെ ഓണേഴ്സിനാണ് ഇതിൻ്റെ മെയിൻ കോപ്പിറൈറ്റ്. അതായത് ഇപ്പോൾ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നാണ്. അതേപോലെ ഒരു തരത്തിലും റൈറ്റ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നില്ല. സോ ഞാൻ ജസ്റ്റ് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫണ്ണി പെറ്റ്സ് ഫസ്റ്റ് വന്ന വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മളിവിടെ ഈ ഫിൽറ്റർ കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഫിൽറ്റർ ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റീവ് കോമൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സെറ്റ് ഓഫ് വീഡിയോസ് കാണാൻ പറ്റും. സോ ഇപ്പോൾ ഈ വീഡിയോസ് നോക്കിക്കോളൂ, ഒരു 7 months മുന്നേ റിലീസ് ചെയ്ത വീഡിയോ ആണ്. 125K ആണ് അതിന് വ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഷോ മോർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂഷൻ ലൈസൻസ് ആൻഡ് റീയൂസ് അലൗഡ്. അതിനർത്ഥം എന്താ വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് വേറെ 2-3 വീഡിയോസ് ചേർത്തിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ പാർട്സ് നിങ്ങൾക്ക് എങ്ങനെയായാലും ഈസി ആയിട്ട് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ വല്ല വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വിമിയോ പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്കിലോ, അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കണ്ടന്റ് പോലെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സോ
അത് വെച്ച് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ ഇതിപ്പോൾ യൂട്യൂബിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഫണ്ണി പെറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് മൂവീസ് അടക്കം ഇങ്ങനെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ വരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഒരു മൂവീസ് അടിച്ചിട്ട് സോ മൂവീസ് അടിച്ചാൽ നോർമലായിട്ട് തരും. എന്നിട്ട് നമ്മൾ ഫിൽറ്ററിൽ ക്രിയേറ്റീവ് കോമൺ ചൂസ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഒരു ഇംഗ്ലീഷ് മൂവീസാണ്. സോ 1.3 മില്യൺ വ്യൂസ് ഉള്ള മൂവി, അതായത് അത്രയും ആൾക്കാർ സെർച്ച് ചെയ്യുന്ന മൂവീസാണ് ഇതൊക്കെ. ഓക്കെ, സോ ഈ മൂവീസിനൊക്കെ നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ മൂവി ഡൗൺലോഡ് ചെയ്യാം, ആരുടെ ഹെൽപ്പും ഇല്ലാതെ. അത് ആർക്കും നമ്മൾ ലേബിളല്ല. നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോസ് വച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇൻ്റർനെറ്റിലെ ഏറ്റവും അധികം ആൾക്കാർ വീഡിയോസ് കാണുന്നതും, അതായത് കുറേ ടൈം എടുത്തിട്ടും എല്ലാം കാണുന്നത് നമ്മുടെ പെറ്റ്സിൻ്റെ റിലേറ്റഡ് വീഡിയോസ്. ഇപ്പം ഞങ്ങൾ കുറേ ആക്സിഡൻറ്റ്സ് കമ്പൈൻഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകം തോന്നിക്കുന്ന പെറ്റ്സ്, ഫണ്ണി ആയിട്ടുള്ള പെറ്റ്സ്, അല്ലെങ്കിൽ ബേബീസ്, നമ്മൾ ചെറിയ കുട്ടികളുടെ വീഡിയോസ്, ഫണ്ണി ആയിട്ടുള്ള കുട്ടികളുടെ വീഡിയോസ്, പെറ്റ്സും കുട്ടികളും ചേർന്നിട്ടുള്ള വീഡിയോസ്, ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ വളരെയധികം ഇൻ്റർനെറ്റിൽ ആൾക്കാർ വൈറലായിട്ട് കാണുന്ന വീഡിയോസാണ്. സോ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ ഇങ്ങനത്തെ പെറ്റ്സിൻ്റെയും കുട്ടികളുടെയും ഇങ്ങനത്തെ കുറച്ച് വൈറലായിട്ടുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ക്രിയേറ്റീവ് കോമണിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മൾ എന്തുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട്, അതായത് ഒരു പെറ്റ് ആദ്യം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു യൂട്യൂബിൽ ഒരു ചാനൽ പോലെ തുടങ്ങുക. അത് നമ്മൾ സംസാരിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ തുടങ്ങുന്ന ചാനൽ, യൂട്യൂബിൽ തുടങ്ങുന്ന ചാനൽ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിരിക്കും. അപ്പം നമ്മുടെ വേൾഡിൽ എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക ഒന്നും ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ണി പെറ്റ്സ് വീഡിയോ എടുത്ത് നോക്കി തന്നെ കാണാൻ ആരും സംസാരിക്കുന്നത്. ഫസ്റ്റ് തൊട്ടേ ഓരോ പെറ്റ്സിൻ്റെ ഇങ്ങനെ വീഡിയോസ് കമ്പൈൻ ചെയ്ത് വരും. സോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ വിമിയോ കണ്ട് വേറൊരു വീഡിയോ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക, ക്രിയേറ്റീവ് കോമൺസ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും. സോ ക്രിയേറ്റീവ് കോമൺ ആയിട്ടുള്ള ഇപ്പോൾ ഒരു പെറ്റിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ കുറച്ച് വീഡിയോസ് പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 4-5 വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതൊരു 5 നിമിഷം അല്ലെങ്കിൽ 10 നിമിഷം 15 നിമിഷം അങ്ങനെ കുറേ പെറ്റ്സ് കമ്പൈൻ ആയിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, അതിപ്പോൾ നമ്മൾ കാശ് ചിലവാക്കാതെ ചെയ്യുന്ന മെത്തേഡ്സ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല കാശിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ എന്താ പറയുക വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് കൈൻ മാസ്റ്ററും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഒരു പാർട്ട് മാത്രം, അതായത് ക്രിയേറ്റീവ് കോമണിൽ ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഓൺലൈൻ വീഡിയോ കട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക, കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പാർട്സ് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷനോ ടൂളൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 4-5 വീഡിയോസ് ഒരുമിച്ച് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസെല്ലാം മെർജ് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ അതിനും ടൂൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, വീഡിയോ മെർജർ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ ടൂൾസ് കിട്ടും. സോ നിങ്ങൾ ഈ ടൂൾസ് എല്ലാം, ഈ വീഡിയോസ് എല്ലാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾ മെർജ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്യുക. സോ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് കുറേ വ്യൂസ് കിട്ടും. സോ വൺസ് നിങ്ങൾക്കൊരു കുറച്ച് വ്യൂസ് കിട്ടും, നിങ്ങൾക്കൊരു ലോങ് ടേം എന്താ പറയുക, ഇതൊന്നും കാശ് ഉണ്ടാക്കണമെന്നില്ല. ഒരു 4-5 മാസം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ഒരു വഴി പറയാം. അതായത് നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തോ, അത് വേൾഡിൽ എല്ലാവരും പോപ്പുലറായിട്ട് കാണുന്ന ഒരു ചാനൽ, അതായത് ഇങ്ങനെ കുറച്ച് സമയം എടുക്കട്ടോ. ഇങ്ങനെ കുറേ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക, എല്ലാം merge ചെയ്ത് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങളൊരു വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രാജുവലി നിങ്ങളുടെ വീഡിയോസ് റാങ്ക് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ തുടങ്ങും. വേൾഡിൽ നിന്ന് ഈ പെറ്റ്സൊക്കെ ആകുമ്പോൾ ഭയങ്കര എല്ലാവരും വ്യൂ ചെയ്യുന്നതാണ്. സോ അങ്ങനെ വ്യൂ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു വ്യൂസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ 4-5 മന്ത്സിൽ നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് വന്നു, അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 5,000 സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും. സോ അതിനുള്ളൊരു വെബ്സൈറ്റിൻ്റെ പേരാണ് FameSwap പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിൻ്റെ പേര് എന്ന് വെച്ചാൽ പ്ലെയർ ആപ്പ് പറഞ്ഞിട്ട് വെബ്സൈറ്റിൻ്റെ. സോ ഇത് രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഇവിടെ എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലീഗലായിട്ട് വിൽക്കാൻ പറ്റും. സോ ഒരു എക്സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഇത് ഒരു ഇതാണ്. ഇവിടെ ഇൻസ്റ്റാഗ്രാമും വിൽക്കാൻ പറ്റും, യൂട്യൂബ് ചാനൽസും വിൽക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് യൂട്യൂബാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പോപ്പുലർ ആക്കിയിട്ട് എങ്ങനെ അതിന് കാശ് വിൽക്കണമെന്ന് ഞാൻ പിന്നെ കാണിക്കാം, വേറെ വീഡിയോയിൽ കാണിക്കാം. സോ ഇത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ 28,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അയാൾ ഈ വീഡിയോ വിൽക്കുന്നത് $546
ഡോളേഴ്സിനാണ്. അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ്, പലതരത്തിലുള്ള യൂട്യൂബ് ചാനൽസ് ഇവിടെ ആൾക്കാർ വെക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക. ഭയങ്കര ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല, ഫണ്ണി പെറ്റ്സ് എന്ന് ആവണമെന്നില്ല, കാർസോ അല്ലെങ്കിൽ മൂവീസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലുള്ള വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഗ്രാജുവലി ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുക. അതല്ലാതെ നിങ്ങൾക്ക് വേറെ വഴി എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് കോമണിൻ്റെ ഇമേജസ് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, creativecommons.org പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ട് സെർച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ്സ് ഇല്ലാത്ത ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ കോപ്പിറൈറ്റ്സ് ഇല്ലാത്ത ഇമേജസോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ്സ് ഇല്ലാത്ത വീഡിയോസോ അതെല്ലാം നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവും. അത് കുറേ ഇമേജസ് എല്ലാം നമ്മളിങ്ങനെ എല്ലാത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് ഓൺലൈനിൽ ടൂൾ ഉണ്ട്. അതായത് merge images and make a video ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനും പല ടൂൾസ് ഉണ്ടായിരിക്കും. സോ ആ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് നിങ്ങളൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ ക്രിയേറ്റ് നിങ്ങൾ ചാനൽ നിങ്ങൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക, നമുക്കൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങളൊരു നിച്ച് എടുക്കുക, അതായത് പെറ്റ്സോ ബേബീസ് അല്ലെങ്കിൽ കാർസ് ആക്സിഡൻറ്റ്സ് അങ്ങനെ കുറച്ച് വൈറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങളിങ്ങനെ സ്ലോലി നിങ്ങളുടെ ചാനലിൽ നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കണ്ടൻസ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് ഉള്ള വീഡിയോസ് മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അങ്ങനത്തെ ചാനൽസ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ഓണേഴ്സ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. സോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, വീഡിയോസ് സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ക്രിയേറ്റീവ് കോമൺസ് പോയി ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ വീഡിയോസും കൂടി മെർജ് ചെയ്യുക നിങ്ങളുടെ. അപ്പോൾ കുറച്ച് ഐഡിയാസ് നമ്മളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് എങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ പെർസ്പെക്റ്റീവ് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ ഒരു നോർമൽ യൂട്യൂബ് യൂസർ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാമല്ലോ, നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടും. അതേപോലെ നിങ്ങളതെല്ലാத்தைയും മോൾഡ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസിനെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്തിട്ട് നിങ്ങളങ്ങനെ കുറച്ച് ഒരു 5 to 10 നിമിഷം വരെയുള്ള വീഡിയോസോ ഒക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ യൂട്യൂബിൽ സ്ലോ ആയിട്ട് നിങ്ങളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുക. ഗ്രാജുവലി അത് കുറച്ച് എന്താ പറയുക വ്യൂവേഴ്സ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ വ്യൂവേഴ്സ് കിട്ടുമ്പോൾ ഇങ്ങനത്തെ പുതിയ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനത്തെ കുറേ വീഡിയോസ് കാണുമ്പോൾ അവർ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ വൺസ് നിങ്ങളുടെ ചാനൽ ഒരു 10,000 അല്ലെങ്കിൽ 20,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ ഓൺലൈനിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം എന്നൊരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ ഒരു ചാനൽ നിങ്ങൾക്കൊരു ഇൻകം പോലെ നിങ്ങൾക്ക് കൺവേർട്ടും ചെയ്യാൻ പറ്റും. അതായത് ആ ചാനലിൽ നിന്ന് കുറേ വ്യൂവേഴ്സ് കിട്ടി തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം വരും. അതേപോലെ ഇൻകം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ എപ്പോൾ വിറ്റാലും അതിന് കൂടുതൽ കാശാണ്. അതായത് ലാസ്റ്റ് 2-3 months നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ട്. അതുകൂടി നിങ്ങൾ ഈ ഞാൻ കാണിച്ച വെബ്സൈറ്റ്സിലൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $500 നിങ്ങൾക്ക് $1,000 അല്ലെങ്കിൽ $16,000 യൂട്യൂബ് ചാനൽസ് വിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ വേൾഡ് മാർക്കറ്റിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനത്തെ വീഡിയോസ് അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പെറ്റ്സിന് വേണ്ട ഫണ്ണി പെറ്റ്സ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് പല ടോപ്പ് റിസൾട്ട്സ് കാണും. അപ്പോൾ ആ റിസൾട്ട്സൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ ചാനൽസാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഡ്രൈവ് ചെയ്യണമെന്ന്. സോ അവർ യൂസ് ചെയ്യുന്ന കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുക. എന്നിട്ട് ഈ ക്രിയേറ്റീവ് കോമൺസിൽ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ലിസ്റ്റ് അല്ലാതെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടത്, വൈറലായിട്ടുള്ള കുറേ വീഡിയോ ടോപ്പിക്സ് അറിയേണ്ടായിരിക്കും. സോ അതൊക്കെ സെർച്ച് ചെയ്യുക, അതിൻ്റെ എല്ലാ വീഡിയോസും കമ്പൈൻ ചെയ്യുക, എന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. നമുക്ക് ചെയ്യേണ്ട ജോലി നമ്മളെ കുറച്ച് ബുദ്ധി വെച്ചിട്ട് നല്ല വീഡിയോസ് മെർജ് ചെയ്യുക മാത്രം. ഓക്കെ. സോ ക്രിയേറ്റീവ് കോമൺ ആയിട്ടുള്ള വീഡിയോസിലെല്ലാം യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിലെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പൈസ ചിലവാക്കാതെ നമുക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ്. പക്ഷേ നമ്മളതിൽ കുറച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മളായിട്ട് ഇനീഷ്യലായിട്ട് നമുക്ക് ഒരു കോസ്റ്റ് നമുക്കില്ല. നമുക്കുള്ളത് നമ്മുടെ എഫേർട്ടും കുറച്ച് ടൈമും പിന്നെ കുറച്ച് നമ്മുടെ ഐഡിയാസ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. സോ ഞാൻ പറഞ്ഞത് മെത്തേഡ്സും നിങ്ങളുടെ ഒരു ഐഡിയയും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഇതേപോലത്തെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസിൽ ഷെയർ ചെയ്യാം. സോ എനിക്കത് മനസ്സിലാവുന്നത് ഞാൻ അതേപോലെ നമ്മൾ വീഡിയോസ് ഡിസ്കസ് ചെയ്യുക. സോ അതുകൊണ്ട് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.